ഒത്തിരി ചിരിച്ചു. വെരി ഫൺ എന്റർടൈൻമെന്റ് ഫാമിലി മൂവി. ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ജയദീഷ് എല്ലാവരും, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചത് സുധീഷേൻ്റെ ക്യാരക്ടറാണ്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പടമാണ്. യെസ്, ഒരു ഫൺ എന്റർടൈൻമെന്റ് മൂവി, ഒരു നല്ല എലമെന്റ്സോട് കൂടിയ പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫൺ. പേരിനോട് ധീരെന്ന് കാണിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു കൗതുകമുണ്ട്. നല്ല രസകരമായ ഒരു സിനിമ. നമുക്ക് ഒരു 90s കോമഡിയുടെ വൈബൊക്കെ ആയിട്ട് ഒരു ന്യൂജൻ ടീം ചേരുമ്പോഴുള്ള ആ ഒരു വൈബാണ്. ചില ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ചിരിയായിരുന്നു. സെക്കൻഡ് ഹാഫിലാകുമ്പോൾ കുറച്ചൊരു ത്രില്ലിംഗ് മോഡിലേക്ക് പോയി. മൊത്തത്തിലാണെങ്കിൽ ഒരു അടുത്തടുത്ത് ഇറങ്ങിയ നല്ല ടൈം പാസ് ആയിട്ട് ഒരു ഫ്രീ ഫണ്ണായിട്ടുള്ള കോമഡി ആയിട്ടുള്ള സിനിമ ആണെങ്കിൽ ധീരൻ തീർച്ചയായും ഫൺ റൈഡ് ത്രൂ ഔട്ട് കോമഡി. എല്ലാവരും അതായത് ഇവരെല്ലാവരും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള 80-90കളിലൊക്കെയാണ് നമ്മൾ ഇവരെ കാണുന്നത്. അത് എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു അസാധ്യമാണ്. നല്ല പടമാണ്, കോമഡി, നല്ല അടിപൊളി കോമഡി പടമാണ്. ദേവാനന്ദ് ഷാജിയാണ് ഡയറക്റ്റ് ചെയ്തത്. നല്ല പടമാണ്, ബോറില്ല. ായിട്ടും ധീരൻ്റെ കഥ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടനായാലും നമ്മുടെ സുധീഷ് ചേട്ടനായാലും പിന്നെ ജഗദീഷ് ചേട്ടനായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ, നമ്മുടെ വിനീതേട്ടൻ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. രാജേഷ് മാധവ് ആയാലും നായികയായാലും എല്ലാവരും, ശബരീഷ് വർമ്മ, അഭിരാം, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഹിറ്റ് ചിത്രം തന്നെയാണ്. നല്ല വിനീതേട്ടനാണേലും സുധീഷ് ചേട്ടൻ, അശോക് ചേട്ടൻ, മനോജ് ചേട്ടൻ എല്ലാവരും അടിപൊളിയായിരുന്നു. കോമഡിക്ക് വർക്കൗട്ടായി, നല്ലതായിരുന്നു. അന്ന് പടം കണ്ട് വിജയിപ്പിക്കാം. ഞാനിതിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് എക്സൈറ്റ്, പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും തിയേറ്ററിൽ